ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഈ അച്ചാർ തയ്യാറാക്കുന്നത് ഈ ഒരു വലിയ നാരങ്ങ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ളൊരു നാരങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനിവിടെ ഞങ്ങൾ പറയല് മാതള നാരങ്ങ എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയലെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് നാരങ്ങൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതാ നമ്മളെ നാരങ്ങനൊക്കെ ഇതാ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിതാ ഇതിനിതാ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇതാ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞിട്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കട്ടോ. കുരു അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അച്ചാർ നല്ല കയ്പുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്ന് എടുത്തിട്ട് പിന്നെ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ നെട്ട് ഇങ്ങനെ കളഞ്ഞതിന് ശേഷം പിന്നെ കുരു കളഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ കുരു കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്തിക്കണ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു രീതിയിലാട്ടത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാനൊക്കെ, പെട്ടെന്ന് തന്നെ നമുക്ക് കഴിയും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ നാരങ്ങ ഇതാ കട്ട് ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനിതാ ഇത് ഈ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ അച്ചാറിന് ആവശ്യമായ സാധനങ്ങൾ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്ക് പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ പച്ചമുളക് ഈ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അതേപോലെ ഇഞ്ചിയും തന്നെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അച്ചാർ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അച്ചാർ തയ്യാറാക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ ചേർത്ത് കൊടുത്താലാണ് അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉള്ളെങ്കിൽ വെളിച്ചെണ്ണ വെച്ചിട്ടും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നല്ലെണ്ണ ഉള്ളോട്ട് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് എണ്ണ ഒഴിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എണ്ണ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അച്ചാർക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ എണ്ണ ഒഴിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നല്ല എണ്ണയൊക്കെ നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കടുക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന്
വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനൊരു ഒരു 1.5 സ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ചൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. പിന്നെ ഞാനിത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കരിഞ്ഞു പോവാതെ വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഞാനിത് അതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് തിക്കായിട്ടാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് വിനീഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ശർക്കര ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇനി കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. അപ്പോൾ ഞാനൊരു 1/2 പീസ് ശർക്കരൻ്റെ പീസാണ് ഇട്ട് കൊടുത്തത്. ഇനി ശർക്കര നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഒരു 2 സ്പൂണ് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ ശർക്കരയാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ശർക്കര ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നെ ശർക്കര ഉണ്ടോ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളെ കട്ട് ചെയ്ത നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതൊന്ന് ജസ്റ്റ് ഒരു 2-3 തള തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് നാരങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് എരിവൊക്കെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല എരിവിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ പിന്നെ ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 തളയും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അന്നത്തെ ദിവസം തന്നെ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മളെ മറ്റേ ചെറിയ നാരങ്ങ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ല കയ്പ്പുണ്ടാവും കേട്ടോ. പക്ഷേ ഈ നാരങ്ങക്ക് അധികം കയ്പ്പൊന്നുമില്ല കേട്ടോ. നമ്മൾ അന്നത്തെ ദിവസം തന്നെ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിരിക്കുന്നത്. പിന്നെ ഞാനിത് ഒരു 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാനത് ഈ ഒരു പാത്രത്തേക്ക് മാറ്റുന്നത്. ആ ചൂടിൽ കടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വെന്തോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിത് ഒരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ ഈ ഒരു പാത്രത്തിൽ മാറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ മാതള നാരങ്ങ അച്ചാർ നല്ല രീതിയിൽ തന്നെ റെഡിയായി കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് ആ ഒരു രീതിയിൽ തന്നെ ഇത് റെഡിയായി കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ ആ ചൂടിൽ കടന്നിട്ട് ഒന്നും കൂടി വേവാൻ വേണ്ടിയിട്ടാണ് ഒരു 6 മണിക്കൂർ വെയിറ്റ് ചെയ്യാനായിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള സൂപ്പർ അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.